ക്രിസ്തുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ആണ്ടുവട്ടത്തിലെ 6ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വചനധ്യാനത്തിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ത്രൂഫോയുടെ ഒരു ചലച്ചിത്രത്തിൽ വളരെ രസകരമായ ഒരു സന്ദർഭമുണ്ട്. കോണിച്ചുവട്ടിൽ ഒരു കൊച്ചു പെൺകുട്ടി തനിച്ചിരുന്ന് തേങ്ങി കരയുകയാണ്. അത് കണ്ടുകൊണ്ട് കഥാനായകൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവളുടെ കരച്ചിലിൻ്റെ തീവ്രത കൂടി. അപ്പോൾ മൃദുവായ സ്വരത്തിൽ അയാൾ അവളോട് ചോദിക്കുകയാണ്, കുട്ടി എന്തിനാണ് കരയുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ, എങ്കിലും കരയുമ്പോൾ വേദനയ്ക്ക് ഒരു ശമനമുണ്ട് അല്ലേ? പെട്ടെന്ന് അവൾ കരച്ചിൽ നിർത്തി കണ്ണുനീരിലൂടെ അയാളെ നോക്കി പുഞ്ചിരിച്ചു. മറ്റുള്ളവരെ സ്പർശിക്കുന്ന രീതിയിലുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുക, മറ്റുള്ളവരുടെ വേദനകളിൽ നമ്മൾ അവരുടെ ഹൃദയത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്ന് ഇപ്രകാരം യാചിക്കുകയാണ്, മനസ്സുണ്ടെങ്കിൽ നിനക്കെന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന്. അപ്പോൾ യേശുനാഥൻ മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി കൈവരട്ടെ എന്ന്. അപ്പോൾ അസുഖം അയാളെ വിട്ടുപോകുന്നു. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഭയാനകമായ ഒരു അവസ്ഥയെയാണ് ഇപ്രകാരമുള്ള ഒരു അസുഖം നമ്മുടെ മുമ്പിൽ എടുത്തു വയ്ക്കുക. കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ അഗാധമായ സോളിറ്റ്യൂഡിലൂടെയും പോവർട്ടിയിലൂടെയും കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവർ സ്വന്തം ഭവനങ്ങൾ വിട്ട് വിജനമായ ഇടങ്ങളിൽ വസിക്കണം. ഇപ്രകാരം ദാരിദ്ര്യത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ഒക്കെ വേദനയിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ തൻ്റെ നിസ്സഹായാവസ്ഥയിൽ യേശുവിനെ വിളിച്ച് അപേക്ഷിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യപ്പെടുത്താൻ കഴിയുമെന്ന്. നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ ആണ്ടുവട്ടത്തിലെ ഞായറാഴ്ചയിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ഈ നോമ്പുകാലം നമ്മുടെ ഒറ്റപ്പെടലുകളുടെയും ആന്തരികമായ മുറിവുകളുടെയും പാപക്കറകളുടെയും ഒക്കെ കറ നീക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഏറ്റവും പ്രാധാന്യമറിയിക്കുന്നൊരു ഭാഗം കർത്താവിൻ്റെ കാരുണ്യം തന്നെയാണ്. രോഗിയായ മനുഷ്യൻ വന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, അപേക്ഷിക്കുമ്പോൾ അവിടത്തേക്ക് അനുകമ്പ തോന്നി എന്നാണ് പറയുക. ഇരുട്ടിൽ വീണ്ടും ഇരുട്ടിലേക്ക് ആണ്ടുപോയ ഒരു മനുഷ്യൻ അവൻ്റേത് മാത്രമായ ഇരുളിനെ തിരിച്ചറിയുകയും അവിടെ ഒരു വെളിച്ചം കത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന യേശുവിൻ്റെ ചിത്രം അനുകമ്പ നിറഞ്ഞതാണ്. അനുകമ്പയുടെ ആ നിമിഷത്തിൻ്റെ ഓർമ്മകളായിരിക്കും അവൻ എപ്പോഴും ജീവിതത്തിൽ കൊണ്ടു നടക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് ഇത് ആരോടും പറയരുതെന്ന് യേശു നിഷ്കർഷിക്കുമ്പോൾ പോലും അവൻ അത് എല്ലാവരോടും പ്രഘോഷിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് പ്രഘോഷിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ദൈവികമായ നന്മകളെ നമ്മൾ മറ്റുള്ളവരോട് പ്രഘോഷിക്കുക. ആ മനുഷ്യൻ്റെ പ്രഘോഷണം കേട്ട് അനേകം ജനങ്ങൾ വിജനമായ ഇടത്തേക്ക് യേശുവിനെ അന്വേഷിച്ച് ചെല്ലുന്നു. കുഷ്ഠരോഗിയെ തൊട്ട യേശുനാഥൻ പട്ടണത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ നിൽക്കുന്ന അവസ്ഥയിൽ പോലും ജനങ്ങൾ അവിടുത്തെ തേടി പുറപ്പെടുന്നതായിട്ടാണ് സുവിശേഷത്തിൽ പറയുക. ഇപ്രകാരം നമ്മുടെ ജീവിതം വഴിയായി ദൈവിക നന്മകളെ പ്രഘോഷിക്കുവാനുള്ള ഒരു അനുഗ്രഹം നമുക്കുണ്ടായിരിക്കട്ടെ. യേശുവിൻ്റെ അനുകമ്പ നിറഞ്ഞ നോട്ടം അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ചെക്കുവേര വെടിയേറ്റ് വീഴുമ്പോൾ കണ്ണുകൾ തുറന്നു പിടിച്ചിരുന്നു എന്നാണ് പറയുക. അത് ഒരു മെറ്റഫോറാണ്. അവനവൻ ജീവിക്കുന്ന ലോകത്തിലേക്ക് കണ്ണ് തുറന്നു പിടിച്ചിരുന്നാൽ മാത്രമേ നമ്മൾക്ക് അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ വേദനകളെ കണ്ടില്ലെന്ന് നടിക്കുന്ന വ്യക്തികളായിട്ടല്ല, മറിച്ച് മറ്റുള്ളവരുടെ വേദനകളിലേക്ക് കണ്ണുകൾ തുറന്നു പിടിച്ച് നമ്മുടെ ഹൃദയം അനുകമ്പാപൂരിതമാക്കുവാനും അവരെ സഹായിക്കുവാനും നമുക്ക് സാധിക്കണം. ആ മനുഷ്യൻ്റെ നേർക്കുള്ള യേശുവിൻ്റെ പ്രവൃത്തികൾ നമുക്ക് പരിശോധിക്കാം. അവിടുന്ന് അവനെ കൈനീട്ടി സ്പർശിച്ചുകൊണ്ട് പറയുന്നു, നീ സൗഖ്യപ്പെടുക എന്ന്. കൈ നീട്ടുക എന്നാൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവമായ കർത്താവ് കൈ നീട്ടുമ്പോഴാണ് ഇസ്രായേൽ ജനത്തിന് വിജയമുണ്ടാവുക. നമ്മുടെ ജീവിതത്തിലേക്ക് നന്മകൾ കൊണ്ടുവരുവാനായിട്ട് കർത്താവിൻ്റെ കരം നീട്ടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അവനെ സ്പർശിച്ചുകൊണ്ടാണ് സൗഖ്യപ്പെടുത്തുക. കുഷ്ഠരോഗിയായ ഒരു മനുഷ്യനെ സ്പർശിക്കുക എന്നാൽ നമ്മളും അവൻ്റെ
ഭാഗമായി തീരുക എന്ന അർത്ഥമാണ്. യേശുനാഥൻ ഇവിടെ ചെയ്യുന്ന ഏറ്റവും മഹത്തായ പ്രവൃത്തി ഒരു മനുഷ്യൻ്റെ അന്തസ്സ് തിരിച്ചറിയുക എന്നുള്ളതാണ്. വിവേകാനന്ദ സ്വാമി ഇപ്രകാരം ചോദിക്കുന്നുണ്ട്, വാട്ട് ഡു യു തിങ്ക്, ഈസ് മാൻ എ ബോഡി ആൻഡ് ഹാസ് എ സോൾ ഓർ ഈസ് മാൻ എ സോൾ ആൻഡ് ഹാസ് എ ബോഡി? അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ശരീരവും അതിൽ ഒരു ആത്മാവുമാണോ, അതോ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ആത്മാവും അതിൽ ഒരു ശരീരവുമാണോ? രണ്ടും ഒരുപോലെ തോന്നാമെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം അതിലുണ്ട്. ബഹുഭൂരിപക്ഷം ജനങ്ങളും ചിന്തിക്കുന്നത് മനുഷ്യൻ ഒരു ശരീരമാണ്, അതിൽ ഒരു ആത്മാവുണ്ട് എന്നുള്ളതാണ്. എന്നാൽ വളരെ അപൂർവം ചിലർ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു പ്രാണനാണ്, ആത്മാവാണ്, ഊർജമാണ്, വെളിച്ചമാണ്, അതിനെ തൽക്കാലത്തേക്ക് മാത്രം ഒരു ശരീരം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരാണ്. അത് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തയാണ്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ഇപ്രകാരമുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് യേശുവിനെ പോലെ ഒരാളെ സ്പർശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്രകാരമുള്ള ഒരു തിരിച്ചറിവിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. ഒരു കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ഫ്രാൻസിസ് അസീസി യേശുവിൻ്റെ കരുണയുടെ തന്നെ മറ്റൊരു മുഖമാണ്. നമ്മുടെ ജീവിതത്തിലും വേദന അനുഭവിക്കുന്നവരിലേക്ക്, സമൂഹത്തിൽ നിന്നും അകറ്റപ്പെടുന്നവരിലേക്കുമൊക്കെ ഈ സ്നേഹം ഒഴുകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശുനാഥൻ കുഷ്ഠരോഗിയോട് പറയുന്നുണ്ട്, നീ ഇത് ആരോടും പറയരുത്. എന്നാൽ അവൻ ഒന്നും മറച്ചു വയ്ക്കുന്നില്ല, പ്രഘോഷിക്കുകയാണ്. കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കുന്നു, അവനെ ദൈവം നൽകിയ നന്മയെ മറ്റുള്ളവരെ അറിയിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു പ്രഘോഷണം ഉണ്ടായിരിക്കട്ടെ. യേശുവിൻ്റെ സൗഖ്യദായകമായ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന നമ്മൾ ഓരോരുത്തരും അത് പ്രഘോഷിക്കാൻ ബാധ്യസ്ഥരാണ്. പലപ്പോഴും ദൈവകൃപയിൽ നിശബ്ദരായി നിൽക്കുന്ന വ്യക്തികളാണ് നമ്മൾ. എന്നാൽ ദൈവിക നന്മകളെ വാഴ്ത്തിപ്പുകഴ്ത്തുവാനുള്ള കൃപ നമുക്കുണ്ടായിരിക്കട്ടെ. ഇപ്രകാരം കർത്താവിൻ്റെ പക്കലേക്ക് അവിടുത്തെ അന്വേഷിച്ച് വരുന്ന അനേകം ജനങ്ങളെ ഒരുക്കുവാൻ നമുക്ക് കഴിയും. ഈ നോമ്പുകാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ സൗഖ്യത്തിനായി നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ ആന്തരിക ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന രോഗാവസ്ഥകളുണ്ട്, നമ്മൾ അനുഭവിക്കുന്ന സോളിറ്റ്യൂഡുണ്ട്, നമ്മൾ അനുഭവിക്കുന്ന പോവർട്ടിയുണ്ട്. ഇതെല്ലാം കർത്താവ് തൊട്ട് സൗഖ്യമാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അനുകമ്പ അനുഭവിക്കുന്ന വ്യക്തികളായി തീർന്നുകൊണ്ട് ഈ നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുവാനും നമ്മുടെ ജീവിതത്തെ കൂടുതൽ പ്രകാശിതമാക്കുവാനും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.